ശ്രീ ഇദ്രീസ്, നിരവധി പ്രശ്നങ്ങൾ വാർദ്ധക്യ സമയത്ത് ഒരാൾ അനുഭവിക്കുന്നുണ്ട്. അനാരോഗ്യം, സാമ്പത്തികമായ കഴിവില്ലായ്മ, ഒറ്റപ്പെടൽ, അവഗണന, ഭയം. ഏത് രീതിയിലുള്ള സഹായമാണ് മറ്റുള്ളവരിൽ നിന്നും ഒരു വൃദ്ധനായ ഒരാൾ ആഗ്രഹിക്കുന്നത്? വൃദ്ധനായ ഒരാൾ സാധാരണഗതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ വൃദ്ധനായ ഒരാൾ സമൂഹത്തിൽ നിന്ന് അയാൾ പ്രതീക്ഷിക്കുന്നത് പരിഗണന തന്നെയാണ്. പരിഗണന എല്ലാ തലത്തിലും എല്ലാ തരത്തിലും ഉണ്ടാവാം. നേരത്തെ ആദ്യം രണ്ടുപേര് പറഞ്ഞ വശത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് തീർത്തും പ്രാക്ടിക്കലായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു സാമൂഹിക പശ്ചാത്തലം, ആ പശ്ചാത്തലമായിരിക്കാം എങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ട് എത്തിച്ചത്. നമ്മുടെ നാട്ടിൽ നിങ്ങൾ ആദ്യം വാർത്തയിൽ പറഞ്ഞതുപോലെ സമീപകാലത്ത് 10ഓളം അഗതി മന്ദിരങ്ങൾ വന്നു എന്ന് പറഞ്ഞു. അപ്പൊ തീർത്തും എനിക്ക് തോന്നുന്ന ഒരു ശരിയായ കണക്കായിക്കൊള്ളണമെന്നില്ല. ഞാൻ അറിഞ്ഞിടത്തോളം കേരളത്തിൽ ഇന്ന് നിലവിൽ 250-ലധികം അഗതി മന്ദിരങ്ങളുണ്ട്. ഈ അഗതി മന്ദിരങ്ങൾ മുഴുവനും ഇത്തരത്തിലുള്ള ആളുകളെയാണ് താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വല്ലാത്തൊരു തീർത്തും ആശ്വാസ്യകരമല്ലാത്ത ഒരു അവസ്ഥയും കൂടി ഇന്ന് കേരളത്തിലുള്ളത്. നക്ഷത്ര വൃദ്ധസദനങ്ങൾ എന്ന പേര് പറഞ്ഞുകൊണ്ട് 7 ലക്ഷവും 10 ലക്ഷം, ഞാൻ അറിയുന്ന അഗതി മന്ദിരങ്ങൾ തന്നെയാണ്, 7 ലക്ഷവും 10 ലക്ഷവും ഒക്കെ വാങ്ങിച്ചുകൊണ്ട്, ഡെപ്പോസിറ്റ് വാങ്ങിച്ചുകൊണ്ട് പിതാക്കന്മാരെ താമസിപ്പിക്കുന്ന സെന്ററുകൾ നമ്മുടെ നാട്ടിൽ വല്ലാതെ വളർന്നു വരിക. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്നോട് ചോദിച്ചതുപോലെയുള്ള ഒരു സംഗതി എന്താണ് ഇവർ പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും പരിഗണനയാണ് ഇവർക്ക് വേണ്ടത്. സ്വന്തം മക്കളെ ഇവർ ഏതവസ്ഥയിൽ ജീവിപ്പിച്ചോ അതേ അവസ്ഥ ഇവർ തിരിച്ചും പ്രതീക്ഷിക്കുന്ന ഒരു ചുറ്റുപാടാണ് നമുക്ക് വേണ്ടത്. അതാണ് ഇന്ന് യഥാർത്ഥത്തിൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത്. സ്വന്തം മാതാവിന്റെ കാലിനടിയിലാണ് സ്വർഗം എന്നൊക്കെ അറിയുന്ന മക്കളുടെ ഒരു സമൂഹം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ മാത്രമാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവുക. തീർത്തും വ്യത്യസ്തമായ ഒരു ചുറ്റുപാടിലാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള സെന്ററുകൾ തുടങ്ങേണ്ടി വരുന്നത്. ആരാലും തിരിഞ്ഞു നോക്കാത്ത, അതല്ലെങ്കിൽ സ്വന്തം മക്കള് തന്നെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന ആളുകളെ എന്ത് ചെയ്യും? തിരിച്ചവരോട് നിയമം പറഞ്ഞത് കൊണ്ടോ അതല്ലെങ്കിൽ അവരോട് മറ്റെന്തെങ്കിലുമൊക്കെ വേദമോദിയത് കൊണ്ടോ കാര്യമില്ലല്ലോ. അവരെ എടുക്കുക എന്നല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഒരു ഭാഗത്ത് അഗതി മന്ദിരങ്ങൾ കേരളത്തിൽ വളരുന്നതെങ്കിലും മറുഭാഗത്ത് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ഉള്ളതുപോലെ തന്നെ വല്ലാത്ത ഒരു തരത്തിലേക്ക് ഇതിനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള കാശിന്റെയും സൗകര്യത്തിന്റെയും അളവുകൾ കൂടുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വല്ലാതെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു കാരണം ഈ പറയുന്ന അണുകുടുംബം ഒക്കെ ആയിരിക്കാം. ഇദ്രീസിലേക്ക് തിരിച്ചു വരാം. ഒരിക്കൽ കൂടി ശ്രീ അസൈനാറിലേക്ക്. ശ്രീ അസൈനാർ, ഡോക്ടർ ഇദ്രീസ് സൂചിപ്പിച്ചതുപോലെ വൃദ്ധസദനങ്ങൾ, അഗതി മന്ദിരങ്ങൾ ഇന്നൊരു യാഥാർത്ഥ്യമായിരിക്കുന്നു. താങ്കൾ പറഞ്ഞു പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ഇത് ഉത്ഭവിച്ചതെന്ന്. ശരിയാണ്, പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ഇത് ഉത്ഭവിച്ചത്. പക്ഷേ ഒരു കാര്യം, അവിടുത്തെ വൃദ്ധസദനങ്ങളിലേക്ക് വൃദ്ധർ എത്തിപ്പെടുന്നത് സ്വാഭാവികമായി സ്വന്തം നിലയിൽ തീരുമാനം എടുത്തുകൊണ്ടാണ്. ഈ കാലഘട്ടത്തിൽ വീടുകളിൽ നിന്നും പുറന്തള്ളപ്പെടുന്നതല്ല, മറിച്ച് അവരുടേതായ സമാന ചിന്താഗതിക്കാരുമായി, സമാന വയസ്സുള്ളവരുമായി കൂട്ടുകെട്ടിന് സൗഹൃദങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നീക്കുന്നതിന് സഹായകരമാണ് വൃദ്ധസദനങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പലരും സ്വന്തം തീരുമാനപ്രകാരം അവിടെ എത്തിപ്പെടുന്നു. നമ്മുടെ നാടുകളിൽ വൃദ്ധസദനങ്ങൾ ഇന്നൊരു യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കെ, വീടകങ്ങളിൽ വൃദ്ധർക്ക് മതിയായ പരിഗണന ലഭിക്കാതിരിക്കെ വൃദ്ധസദനങ്ങൾ എന്ന ആശയത്തെ മറ്റൊരു രീതിയിൽ പോസിറ്റീവായി കണ്ടുകൂടെ? അതെ, താങ്കളുടെ അഭിപ്രായവും ഇതിന് തൊട്ടു മുമ്പ് പറഞ്ഞ ആളുകൾ സൂചിപ്പിച്ച അഭിപ്രായവും വളരെ ശരിയാണ്. നമ്മുടെ സമൂഹം ഏത് അവസ്ഥയിൽ എത്തപ്പെട്ടിരിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ലോകത്താകമാനവും പ്രത്യേകിച്ച് കേരളക്കരയിലും കൂണുമോലെ മുളച്ച് പൊന്തി വരുന്ന വൃദ്ധസദനങ്ങൾ. ആ കണക്കുകൾ ഏതായാലും ഡോക്ടർ ഇദ്രീസ് പറഞ്ഞതുപോലെ ശരിയായിക്കൊള്ളണമെന്നില്ല. അതിനേക്കാൾ എത്രയോ വലുതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ കൂണുപോലെ മുളച്ച് പൊന്തിക്കൊണ്ടിരിക്കുന്ന വൃദ്ധസദനങ്ങൾ. അതിനെ സംബന്ധിച്ചുള്ള ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നത് അത് വ്യവസായവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, വാണിജ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. അതും ഒരു നല്ലൊരു വ്യവസായമായി ആളുകൾ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നക്ഷത്ര സ്റ്റാർ വൃദ്ധസദനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ അഭിപ്രായത്തില് എത്ര വലിയ സ്റ്റാർ വൃദ്ധസദനങ്ങൾ വന്നാൽ പോലും വൃദ്ധന്മാർക്കും മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ വയസ്സായ സീനിയർ സിറ്റിസൺസിനും എന്തെങ്കിലും നിലയ്ക്കുള്ള ആശ്വാസവും ഒരു സമാധാനവും അവർക്ക് ലഭിക്കണമെങ്കിൽ സ്വന്തം മക്കളിൽ നിന്നും അടുത്ത രക്തബന്ധുക്കളിൽ നിന്നുള്ള പരിഗണന മാത്രമേ അവരെ ആശ്വസിപ്പിക്കുകയുള്ളൂ. മറ്റെല്ലാം എന്തെങ്കിലും തരത്തിലുള്ള ആശ്വാസം അവർക്ക് കിട്ടുമെങ്കിൽ പോലും മാനസികമായി അവർ എപ്പോഴും തകർന്നുകൊണ്ടിരിക്കും.
അവർക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് വേണ്ടത് അവരുടെ ഏകാന്തതയിൽ നിന്നുള്ള മോചനവും പരിചരണവും പരിഗണനയും. അവർക്ക് സംസാരിക്കുവാനും അവരുടെ വ്യാകുലതകളും അവരുടെ ആശങ്കകളും അവരുടെ അഭിപ്രായങ്ങളും പങ്കുവെക്കുവാനും അവരുടെ മക്കളും അവരുടെ മക്കളുടെ മക്കളും അങ്ങനെ ഉള്ള ഒരു പരിസ്ഥിതി, അങ്ങനെയുള്ള ഒരു ചുറ്റുപാടാണ് എപ്പോഴും എക്കാലത്തും വൃദ്ധജനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. പാശ്ചാത്യ നാടുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വൃദ്ധജനങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, അവര് ഒരു പ്രത്യേക കൾച്ചറുള്ള ആളുകളാണ്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികൾ ഗർഭിണികളായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു. അവർക്കത് അത്ര മോശമായിട്ട് കാണാൻ കഴിയില്ല. 8ലോ 9ലോ 10ലോ പഠിക്കുന്ന ഒരു കുട്ടിക്ക്, ഒരു പെൺകുട്ടിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ ആ കുട്ടിയെ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെ അടുത്ത് കൊണ്ടുപോയി കൗൺസിൽ ചെയ്യിപ്പിക്കുന്ന രീതിയാണ് അവിടെ നിലവിലുള്ളത്. അന്നിലയിൽ വളർന്നു വന്ന ചുറ്റുപാടിൽ ആളുകള് ഏതെങ്കിലും നിലയ്ക്ക് ഒരു കോമ്പൻസേഷൻ ആണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവർ അങ്ങനെ സ്വയം തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് തന്നെ മാതാപിതാക്കളെ കൺകണ്ട ദൈവമായി കണക്കാക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ്. നമ്മൾ അതിൽ നിന്ന് ഒരു പടി കൂടി മുന്നോട്ട് കടന്ന് മാതാപിതാക്കളുടെയും നമ്മുടെയും ദൈവം ഒന്നു തന്നെയാണെന്നും ആ യഥാർത്ഥ ദൈവത്തിന്റെ പ്രീതി നേടുവാനുള്ള മാധ്യമമാണ് മാതാപിതാക്കൾ എന്നുകൂടി ആണ് നാം മനസ്സിലാക്കേണ്ടത്. അതായത് മാതാപിതാക്കളുടെ പ്രീതിയില്ലാതെ ദൈവപ്രീതി നമുക്ക് നേടുവാൻ സാധ്യമല്ല എന്നും മാതാപിതാക്കളെ നാം ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, അവരെ ഇടങ്ങേറിലാക്കി കഴിഞ്ഞാൽ, അവരെ ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ, അവരെ അവഗണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവകോപത്തിന് അത് പാത്രമാകുമെന്നുള്ള ബോധവൽക്കരണം നമ്മുടെ എല്ലാ മക്കളെയും എല്ലാ സമൂഹത്തിലെ എല്ലാ അവസ്ഥകളിലും എല്ലാ തട്ടുകളിലും ജീവിക്കുന്ന ആളുകളെ നാം എത്തിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. സക്കീർ ഹുസൈൻ തുവൂർ, KAG പ്രസിഡന്റ്, ഒരു സാമൂഹിക പ്രശ്നമാണ്, മാനവിക പ്രശ്നമാണ് ഇത്തരം വൃദ്ധരെ അവഗണിക്കുന്നത്, ഒറ്റപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു ക്രമസമാധാന പ്രശ്നം കൂടി ഇത് ഉയർത്തുന്നുണ്ട്. അതായത് വലിയ വീടുകൾ കൊട്ടാര സദൃശമായ വീടുകളുണ്ടാക്കി വൃദ്ധരെ ഒറ്റയ്ക്ക് അവിടെ താമസിപ്പിക്കാൻ വിടുന്നു. മക്കൾ പുറം ലോകത്ത് ജോലിക്ക് പോകുന്നു. കൊള്ളയും ഈ വീടുകൾ ആക്രമിച്ചുകൊണ്ട് വൃദ്ധരെ കൊലപ്പെടുത്തുന്ന ധാരാളം സംഭവങ്ങൾ ഈ അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെങ്ങനെയാണ് ഒരു പരിഹാരം ഉണ്ടാവുക? തീർച്ചയായിട്ടും അത് ഒരു സത്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു വീട് കൊട്ടാര സമാനമായിട്ടോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു വീടുണ്ടാക്കി അതിലൊരു വൃദ്ധ ദമ്പതികളോ അല്ലെങ്കിൽ അതിൽ ഒരാളെയോ താമസിപ്പിച്ച് പോകുന്നതിലാണ് നല്ലത്. ഒരുപക്ഷെ സമാനമായി വേദന അനുഭവിക്കുന്ന ആളുകളോട് കൂടി ജീവിക്കാൻ പറ്റുന്ന വൃദ്ധസദനങ്ങളിലേക്ക് ആളുകൾ പോകുന്നത് തന്നെയായിരിക്കാം. പക്ഷെ നമ്മുടെ പോയത് ഇങ്ങനെ ഒറ്റപ്പെട്ട് വീടുകളിലും ആളുകളെ ഉപേക്ഷിച്ചുകൊണ്ട്, മാതാപിതാക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് മക്കൾ പോകാൻ പാടില്ല. നമ്മുടെ കേരള സമൂഹം എന്ന് പറയുന്നത് ഇവിടെ ശ്രീ അസൈനാർ സൂചിപ്പിച്ചതുപോലെ കേരള സമൂഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് നമ്മൾ 90-95% അല്ലെങ്കിൽ മഹാഭൂരിപക്ഷമോ മതവിശ്വാസികളും ധർമ്മത്തിലും മൂല്യത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളാണ്. ഹൈന്ദവ ധർമ്മമാകട്ടെ, ക്രൈസ്തവരാകട്ടെ, ഇസ്ലാം ആകട്ടെ, മാതാപിതാക്കൾക്ക് നൽകുന്ന വലിയ പ്രാധാന്യത്തെ സംബന്ധിച്ച് ആരും വിശദീകരിക്കാൻ നേർത്ത വിധം എല്ലാവർക്കും വ്യക്തമാണ് കാര്യങ്ങൾ. മതവികാരവും അല്ലെങ്കിൽ മതചിന്താഗതികളും ഒക്കെ സമൂഹത്തിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പറയുകയും ചെയ്യുന്നു. പക്ഷെ അതോടൊപ്പം ഇതിന്റെ ഒരു മറുവശത്ത് കാണുന്ന ഒരുപാട് വൈകല്യങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇത്തരത്തിലുള്ള മാതാപിതാക്കളോടുള്ള അവഗണന. ഒരു മാതാവിനെയും ഒരു പിതാവിനെയും അല്ലെങ്കിൽ ഒരു വൃദ്ധനായ ഒരാളെ ആ അവസ്ഥയിൽ വിട്ടേച്ചു കൊണ്ടുപോകുന്നതിന് യാതൊരു ന്യായീകരണമില്ല. ഒരാൾക്ക് അങ്ങനെ വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അതിന് നീതീകരിക്കാൻ പറ്റുന്നതല്ല. ശരിയാണ് സക്കീർ ഹുസൈൻ. ഡോക്ടർ ഇദ്രീസിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ ഇദ്രീസ്, കുടുംബം വിട്ട് പുറത്തേക്ക് വന്നാൽ, സമൂഹത്തിലേക്ക് വന്നാൽ എത്രത്തോളം വാർദ്ധക്യ സൗഹൃദമാണ് നമ്മുടെ ഈ ലോകം? ഒരു പരിധിവരെ എന്ന് പറയാം. നമ്മുടെ ഇന്നത്തെ അവസ്ഥ വൃദ്ധന്മാരുടെ എണ്ണം വല്ലാതെ കൂടിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥയും അവർക്കാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചും കേരളത്തിലൊരു അവസ്ഥ ആയുസ് കൂടി വരുന്ന നിലവിലുള്ള ഒരു അവസ്ഥയിൽ അവരുടെ വൃദ്ധന്മാർ ഫ്രണ്ട്ലി ആണോ സൊസൈറ്റി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ കഴിയില്ല. 100% നമുക്ക് ആ നിലയിൽ പറയാൻ വേണ്ടി കഴിയില്ല. എങ്കിൽ സമൂഹത്തിലെ മാനസികാവസ്ഥ മാത്രമല്ല, ഇവിടുത്തെ സൗകര്യങ്ങളുടെ കാര്യം കൂടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇദ്രീസ്, സൗകര്യങ്ങൾ ഉദ്ദേശിച്ചത് മീൻസ് എന്ന് പറയുമ്പോൾ ഒരു ബസ്സിൽ അവർക്ക് ലഭിക്കുന്ന പരിഗണന, ബസ്സിൽ കയറുന്ന സൗകര്യങ്ങൾ തൊട്ട് അങ്ങനെ മറ്റെല്ലാ ഭൗതിക സൗകര്യങ്ങളും എത്രത്തോളം വാർദ്ധക്യ സഹജമായാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? ഗവൺമെന്റിന്റെ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും?
അതൊക്കെ ഇത്തരം സംഗതികളൊക്കെ വരേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. നമ്മുടെ സ്വാഭാവികമായിട്ടും നേരത്തെ രണ്ടുപേര് പറഞ്ഞ ആ തലത്തിലേക്ക് തന്നെയാണ് ചർച്ച പോയിക്കൊണ്ടിരിക്കുന്നത്. കുടുംബത്തിന്റെ അന്തരീക്ഷം മാറുകയാണെങ്കിൽ മാത്രമാണ് ഇന്ന് ഞാൻ എന്റെ മക്കളെ ഏതവസ്ഥയിൽ നോക്കുന്നു, അതല്ലെങ്കിൽ എന്റെ മാതാപിതാക്കളെ ഞാൻ ഏതവസ്ഥയിൽ നോക്കുന്നു എങ്കിൽ മാത്രമാണ് നാളെ എനിക്ക് അത് തിരിച്ചു കിട്ടുക എന്നുള്ളൊരു ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ മൊത്തം സംഗതികൾ മാറും. നിലവിലുള്ള ആ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് വൃദ്ധന്മാരെ അതല്ലെങ്കിൽ അവരുടെ അനുഭവത്തെ നമ്മൾ അത് നമുക്ക് ഗുണകരമാക്കണം എന്നുള്ള ചിന്ത വന്നാൽ പിന്നെ ഇതിനൊക്കെ ഒരു തരത്തിലുള്ള മാറ്റങ്ങൾ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറച്ചുകൂടി വ്യക്തമാക്കാം ആ ചോദ്യം. അതായത് ബസ്സിൽ നമുക്കിപ്പോൾ വൃദ്ധന്മാർക്കായി പ്രത്യേകം സീറ്റുകൾ റിസർവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എത്ര പേർ വൃദ്ധർക്കായി എഴുന്നേറ്റ് കൊടുക്കാറുണ്ട്? ഇതുപോലെ ഓരോ കാര്യങ്ങളിലും നമ്മൾ സമൂഹം വൃദ്ധരോട് കാണിക്കുന്ന സമീപനം കുടുംബത്തിൽ നിന്നല്ല, മറിച്ച് പൊതുസമൂഹത്തിൽ നിന്നും. അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പൊതുസമൂഹത്തിൽ എത്തുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ നിന്ന് എത്തേണ്ട ആളല്ലേ. സ്വാഭാവികമായിട്ടും ഞാൻ എന്റെ പിതാവിന് കുടുംബത്തിൽ കൊടുക്കുന്ന പരിഗണനയാണല്ലോ ബസ്സിൽ കയറി എനിക്കുള്ള സീറ്റിൽ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നത്. പ്രായമുള്ള പ്രയാസപ്പെടുന്ന ഒരാളാണ്, അത് എന്റെ പിതാവായാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു തിരിച്ചറിവ് ആ മനുഷ്യനിൽ ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ എനിക്ക് എഴുന്നേറ്റ് കൊടുക്കാനും അയാൾ അവിടെ സ്വീകരിച്ചിരുത്തുവാൻ എനിക്ക് എന്റെ മാനസികാവസ്ഥ അതിന് ആവുകയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ വരേണ്ടത്, ഈ പറഞ്ഞ തരത്തിലുള്ള സംഗതികൾ മുഴുവൻ വരേണ്ടത് കുടുംബത്തിൽ നിന്നല്ല, അവരുടെ സ്വാഭാവികമായിട്ടുള്ള അതിന്റെ മതബോധമോ അതല്ലെങ്കിൽ സാംസ്കാരിക ബോധമോ എന്നൊക്കെ പറയാവുന്ന ഒരു സംഗതിയായിരിക്കും. ഒരിക്കൽ കൂടി ശ്രീ സക്കീർ ഹുസൈൻ തുവൂറിലേക്ക്, നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി കുടുംബ വ്യവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. കണക്ക് പ്രകാരം ഇപ്പോൾ വൃദ്ധന്മാരാണ് കൂടുതൽ. ഈ കണക്ക് ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ വൃദ്ധന്മാർ മെജോറിറ്റി ആയിട്ടുള്ള, ഭൂരിപക്ഷവും വൃദ്ധരായിട്ടുള്ള ഒരു സമൂഹമായിരിക്കും ഇനി വരാൻ പോകുന്നത്. പ്രൊഡക്ടിവിറ്റി ഒരുപാട് കുറഞ്ഞ, അതായത് തൊഴിലെടുക്കുന്ന, പണിയെടുക്കുന്ന, വരുമാനമുണ്ടാക്കുന്ന യുവത കുറയുകയും വൃദ്ധന്മാർ കൂടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കൂടി വരും. ആ ഒരു ലോകത്തെക്കുറിച്ചുള്ള ഒരു ആശങ്ക എന്താണ്? അതൊരു ആശങ്കപ്പെടേണ്ടുന്ന ഒരു കാര്യമല്ല. നമുക്ക് ഒരു മനുഷ്യ സമൂഹത്തിന് ദീർഘായുസ് ഉണ്ടാകുന്നത്, അവരുടെ ആരോഗ്യത്തോടു കൂടി കൂടുതൽ കാലം ജീവിക്കുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയാണ്, ആളുകളുടെ ആയുസ് വർദ്ധിപ്പിക്കാനും ആരോഗ്യം വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് ലോകാരോഗ്യ സംഘടനയും അതുപോലെ തന്നെ സാമൂഹ്യ സംവിധാനങ്ങളും ഒക്കെ. ആയുസ് വർദ്ധിക്കുന്നത് ശരിയാണ് സക്കീർ ഹുസൈൻ. ഞാൻ പറഞ്ഞത് ഈ തമ്മിലുള്ള അനുപാതത്തിലുണ്ടാകുന്ന അസന്തുലിതാവസ്ഥ. അങ്ങനെ ഒരു അസന്തുലിതാവസ്ഥ അർത്ഥത്തിൽ ഉണ്ടാകുന്നില്ല. അതായത് ഒരു മാതാവും പിതാവും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് അവരെ സംരക്ഷിക്കാൻ അവർക്കുള്ള മക്കൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സംഗതിയാണ്. അത് പിന്നെ മാതാവും പിതാവും എന്നത് പരിഗണനയ്ക്ക് എടുത്തുകൊണ്ട് മക്കൾ സംരക്ഷിക്കുമ്പോൾ എത്രത്തോളം മാതാപിതാക്കള് വർദ്ധിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് സക്കീർ ഹുസൈൻ. അവരെ അംഗീകരിക്കുകയും മാനിക്കുകയും ചെയ്യാന്നുള്ളതാണ്. ഞാനൊരു പ്രവാചകവചനം ഓർത്തു പോവുകയാണ്. അതായത് നമ്മുടെ സമൂഹത്തിലെ മുതിർന്നവരുടെ മഹത്വം മനസ്സിലാക്കാത്തവർ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. എന്ന് വെച്ചാൽ മുതിർന്ന സമൂഹത്തിനുള്ള മഹത്വം, അവരുടെ സേവനങ്ങളെ, ഇപ്പോൾ അവർക്ക് പ്രൊഡക്ടിവിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ, പക്ഷെ അവരാണ് നമ്മളാക്കിയത് സമൂഹത്തിന് വലിയൊരു സേവനം കൊടുത്തത്. ഇനി അത് ഈ സമയത്ത് അവരെ അവഗണിക്കുക എന്ന് പറയുന്നത് മാനസികമായി പോലും ശരിയല്ലാത്ത ഒരു സംഗതിയാണ്. അതുകൊണ്ട് അതിനെ ഇങ്ങനെ ഈ പറഞ്ഞ പ്രൊഡക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിലുള്ള തികച്ചും ഭൗതികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടല്ല മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത്. അതിനപ്പുറത്തുള്ള ധാർമ്മികമായിട്ടുള്ള ചിന്താഗതികളും അതുപോലെ തന്നെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളുമാണ് ജീവിതവുമാണ് മനുഷ്യൻ നയിക്കേണ്ടത്. അപ്പോഴേ മനുഷ്യനായി തീരാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജന്തുക്കൾ അവഗണിക്കുന്നത് പോലെ മനുഷ്യൻ അവരുടെ പ്രായം ചെന്നവരെ അവഗണിക്കുകയാണെങ്കിൽ, ഈ പ്രൊഡക്ടിവിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അവഗണിക്കുകയാണെങ്കിൽ പിന്നെ എവിടെയാണ് മാനവികതയുള്ളത്, എവിടെയാണ് മനുഷ്യത്വമുള്ളത് എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. തീർച്ചയായും നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. EM അസൈനാർ സാമൂഹ്യ പ്രവർത്തകൻ ദുബൈയിൽ നിന്നും, സക്കീർ ഹുസൈൻ തുവൂർ KAG പ്രസിഡന്റ് കുവൈത്തിൽ നിന്നും, ഡോക്ടർ ഇദ്രീസ് തണൽ കോഴിക്കോട് തണലിന്റെ പ്രതിനിധി നമ്മോടൊപ്പം ഈ ചർച്ചയിൽ